കട്ടപ്പനയിൽ ലോട്ടറി വിൽപ്പനക്കാരിയെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തയാൾ പോലീസിന്റെ പിടിയിലായി. രാജകുമാരി സ്വദേശി ഇല്ലിക്കൽ ബിജുവാണ് പിടിയിലായത്. തൂക്കുപാലം വെട്ടത്ത് കിഴക്കേതിൽ ഗീതയുടെ 60 ലോട്ടറി ടിക്കറ്റുകളാണ് നവംബർ 2-ാം തീയതി ഇയാൾ തട്ടിയെടുത്തത്. നവംബർ 2-ാം തീയതി ടിക്കറ്റ് വിൽക്കുന്നതിനിടെ കട്ടപ്പന സംഗീത ജംഗ്ഷന് സമീപം നിന്ന ആൾ ഗീതയുടെ പക്കൽ നിന്നും 5 സെറ്റ് ലോട്ടറിയാണ് എടുത്തത്. ആദ്യം 300 രൂപ നൽകുകയും ബാക്കി പണം തരാം എന്ന് പറയുകയും ചെയ്തു. ഇതിനിടെ ഗീതയുടെ കയ്യിലുള്ള ടിക്കറ്റ് വാങ്ങുവാൻ വേറെ ഒരാൾ വരികയും ചെയ്തു. ഈ സമയത്ത് തന്നെ സന്തോഷ് എന്ന് പേര് പറഞ്ഞ ഇയാൾ ഇതുവഴി വന്ന ഓട്ടോയിൽ കയറി കടക്കുകയായിരുന്നു. സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞ ഇയാളുടെ ചിത്രം പോലീസിന് അന്ന് തന്നെ കൈമാറിയിരുന്നു. എൻ്റെ 60 ടിക്കറ്റും എടുത്തുകൊണ്ട് പോയതാണ്. അങ്ങനെ പൈസ ഇപ്പം തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ചേച്ചി പൈസ ചേച്ചി തരാൻ പറഞ്ഞു. ഒരു 300 രൂപ എടുത്തിൻ്റെ കൈ തന്നേച്ച് പറഞ്ഞ് ബാക്കി ഇപ്പം തരാം. ചേച്ചിയുടെ ഇന്നത്തെ ടിക്കറ്റ് എനിക്ക് വേണ്ട. ചേച്ചി അങ്ങോട്ട് കയറി കൊടുക്കാം. ഇന്നത്തെ ടിക്കറ്റ് പറഞ്ഞാൽ 2ാമത്തെ ടിക്കറ്റ് എൻ്റെ കയ്യിൽ 5 ടിക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അത് കൊടുക്കുക ചേച്ചി, എന്നിട്ട് ഞാൻ പൈസ ഇപ്പം തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഞാൻ ആ ടിക്കറ്റ് കൊടുക്കാൻ പോയ നേരത്തിന് പുള്ളി ആ 5 ടിക്കറ്റ് കൊണ്ട് പോയതാണ്. പിന്നെ അന്ന് പോയ മനുഷ്യനെ കാണും ഇന്നാണ് ഇത്തിരി വന്നിട്ട് എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു, ചേച്ചിയുടെ ടിക്കറ്റും കൂടെ വെച്ചുകൊണ്ട് പോയ ആളിപ്പം പിന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മോളെ വിളിച്ച് പറഞ്ഞു. മോൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്നപ്പം പിന്നെ പുറത്തിറങ്ങി വരും 1:30 ഇൻ്റർവ്യൂവിൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ നോക്കുകൊണ്ട് നിന്ന് അപ്പോൾ അവൻ ഇറങ്ങി വന്നില്ല, അതിൻ്റെ അകത്താണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിയേറ്ററിനകത്ത് കയറി ചെന്നപ്പോൾ ഇവൻ അവിടെ ഇരിപ്പുണ്ടായി. അപ്പോൾ ഇവനെ കണ്ടിട്ട് കണ്ടാത്ത ഭാഗത്ത് ഞാൻ മുകളിലോട്ടൊക്കെ പോയി അന്വേഷിച്ച് ആളറിയത്തില്ലാത്ത രീതിയിൽ പോയി തിരിച്ച് വരുമ്പോൾ എന്നോട് ചോദിച്ചു, ടിക്കറ്റ് എടുക്കാനാണോ? ടിക്കറ്റ് ഞാൻ എടുത്തിട്ടാണ് കയറിയിരിക്കുന്നത്. ചേച്ചി സീറ്റ് വേണമെങ്കിൽ ഞാൻ മാറി തരാമെന്നൊക്കെ പറയുമോ. എന്നിട്ട് ഇനിയിപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഇവിടെ സിനിമ തീരുന്നതിന് മുമ്പ് അവൻ ഇവിടെ ഇറങ്ങി വന്നു. 1500 ടിക്കറ്റ് അതിൽ 300 രൂപ തന്നു. കള്ളത്തരം പറയാൻ പറ്റില്ല. 300 രൂപ തന്നിട്ട് ബാക്കി 2100 രൂപ എനിക്ക് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് പോയി അവൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയെന്നും പിന്നെ എടുത്തുകൊണ്ട് പോയതെന്ന് സമ്മതിച്ചു പുള്ളിക്കാരൻ. തുടർന്ന് കട്ടപ്പന പോലീസിൽ പരാതി നൽകി അന്വേഷണം നടന്നു വരുന്നതിനിടെയാണ് തട്ടിപ്പുകാരൻ പിടിയിലായത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലമാണ് ഗീത 7 വർഷമായി ലോട്ടറി വിറ്റ് ജീവിതം തള്ളി നീക്കുന്നത്. ഓരോ ദിവസവും ഏജൻസിയിൽ നിന്നും ടിക്കറ്റുകൾ കടമായി വാങ്ങി വിൽപ്പന നടത്തിയ ശേഷമാണ് പണം നൽകുന്നത്. 60 ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടതോടെ ഇവരുടെ കച്ചവടം താളം തെറ്റിയ അവസ്ഥയിലായിരിക്കുകയായിരുന്നു. തൂക്കുപാലം സുവർണ ലോട്ടറി ഏജൻസിയുടെ AJ 469860, AJ 469862, AJ 469864, 6668 എന്നീ നമ്പറുകളിലുള്ള 5 സെറ്റ് ടിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.